അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ആവേശപൂർവ്വം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ശ്രദ്ധിച്ചില്ലേ? എത്രയേറെ ചരിത്ര സംഭവങ്ങളാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. കഴിഞ്ഞുപോയ സമൂഹത്തെക്കുറിച്ചുള്ള ചരിത്രം ഖുർആനിൻ്റെ വലിയ ഒരു ഭാഗമാണ്. എന്തിനാണ് മുൻഗാമികളായിട്ടുള്ള ആളുകളെക്കുറിച്ച് ഖുർആൻ നമ്മോട് ഇത്രയേറെ പറഞ്ഞിട്ടുണ്ടാവുക? തീർച്ചയായും അനുഭവം ഗുരു എന്നാണല്ലോ. ഏറ്റവും വലിയ ഗുരു അനുഭവമാണ്. എന്നാൽ ഈ അനുഭവം ഓരോരുത്തരുടെയും മേൽ വരാൻ കാത്തു നിൽക്കുക എന്നത് അപ്രായോഗികമാണ്, അത് അബദ്ധമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഒരു പക്ഷേ വ്യക്തിക്കുണ്ടായതാകാം, ഒരു സമൂഹത്തിനുണ്ടായതാകാം, ഒരു പ്രദേശത്തിനപ്പാടെ ഉണ്ടായതാകാം, ഒരു കാലഘട്ടത്തെ മുഴുവനായും അനുഭവിപ്പിച്ച കാര്യങ്ങളാകാം. ഇതൊക്കെയാണ് ചരിത്രം എന്ന് പറയുന്നത്. ആ ചരിത്രം തീർച്ചയായും നമ്മുടെ മുമ്പാകെ വലിയ ഒരു വഴികാട്ടിയാണ്. ആ ചരിത്രത്തിൽ വിജയിച്ച ആളുകൾ എന്തെല്ലാം ചെയ്തതുകൊണ്ടാണോ വിജയിച്ചത്, അതെല്ലാം ചെയ്യുകയും ആ പാതയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മളും വിജയിക്കുകയുള്ളൂ. കഴിഞ്ഞുപോയ സമൂഹത്തിൽ പരാജയം നേരിട്ടവർ ഏതു കാരണത്താലാണോ പരാജയം ഏറ്റുവാങ്ങിയത്, ആ കാരണങ്ങൾ നമ്മളിൽ ആവർത്തിക്കുകയാണെങ്കിൽ ആ പരാജയവും നമുക്ക് ആവർത്തിക്കേണ്ടി വരും എന്ന പാഠമാണ് ഖുർആൻ നൽകുന്നത്. ഇസ്ലാമിക സമൂഹം, പ്രത്യേകിച്ച് ഖുർആനിൻ്റെ അഭിസംബോധിതർ, വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ആയ നേരത്തൊക്കെ അന്നിറങ്ങിയിട്ടുള്ള ഖുർആൻ വാക്യങ്ങളിൽ നമുക്ക് കഴിഞ്ഞുപോയ സമൂഹത്തെക്കുറിച്ച് ഖുർആൻ ധാരാളമായി പറയുന്നത് കാണാൻ കഴിയും. ആ വർത്തമാനങ്ങളിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ വിശുദ്ധമായ കലാമിൽ നമുക്കുള്ള സാന്ത്വനമുണ്ട്. മനുഷ്യവിരുദ്ധരായ ആളുകൾക്കുള്ള മുന്നറിയിപ്പുകളുണ്ട്. പീഡനം സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം നന്മയുടെ പക്ഷത്തിനാണ് ആത്യന്തികമായ വിജയമുണ്ടാവുക എന്ന് ചരിത്രം ഉറപ്പിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആനിനെ നിർത്തി സാവകാശം നാം വായിക്കുക, പാരായണം ചെയ്യുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.